വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന സമയങ്ങളാണ് മുഹറം 10 എന്ന് പറഞ്ഞാൽ. ആ ദിവസത്തിന് അള്ളാഹു എത്ര ബഹുമാനിച്ചിട്ടുണ്ട്. ശരിക്കും ഇവർ ചെയ്യണ എന്താണ് അറിയോ? ഇവർ ആ ദിവസത്തിന്റെ ഒരു ദുഃഖാചരണം നടത്തുക. ദുഃഖാചരണം ഇസ്ലാമിൽ ദുഃഖാചരണം ഇല്ല, ഇല്ല, ശരിക്കും ഇല്ല. ഇല്ല. അതെ, മരിച്ചാൽ തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ദുഃഖാചരണം ഇല്ല. പക്ഷെ ഇവര് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മകൻ മരിക്കുന്നുണ്ടല്ലോ, ഇബ്രാഹിം. ആ സമയത്ത് മദീനക്കാരാകെ സങ്കടത്തിലാണ് സമയത്ത് നബിനോട് വന്നിട്ട് കുറെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവര്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാനും ഇബ്രാഹിം മഹസൂൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ടും പിന്നെ പറയണത് പിന്നെ എന്ത് 3 ദിവസത്തെ അസിയത്തുള്ളൂ, അപ്പുറത്തേക്ക് ഇല്ല. പക്ഷെ ഇവര് വർഷാവർഷം എന്താണ് ഈ മുഹറം വരുമ്പോ ഇവര് മുഹറത്തിന്റെ സമയത്ത് മുഹറം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരെന്താവാ ഈ ദുൽഹിജ്ജയിൽ ഇതിനുള്ള പണികൾ തുടങ്ങും. ദുൽഹിജ്ജ പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ മുഹറത്തിലേക്കുള്ള ഒരുക്കാണ്. ശരിക്കും ഇതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്, വലിയ ചരിത്രമുണ്ട്. അതെ, ഈ മുഹറത്തിന് ഇവര് എന്തുകൊണ്ട് അങ്ങനെ ആചരിക്കാൻ കാരണം എന്താ? ഇവർക്ക് ഇവര് എന്താ പറയാ അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ശരിക്കും ശരിക്കും ഖലീഫായി വരുന്ന ആരാണ്? അബൂബക്കർ. അത് പല ആളുകളും നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അലിയ തങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഏറ്റവും യോജിച്ച ആളാരായിരുന്നു? നബി തങ്ങൾ പല ഇഷാറത്തുകളായിട്ടും പല ഹദീസുകളായിട്ടും പലപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനായിട്ടും നബി തങ്ങൾ കൂടെ നിർത്തിയിട്ടും. പിന്നെ ഏത് കാര്യത്തിലും എന്ത് ചോദിച്ചാണെന്നുണ്ടെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലുണ്ടാവും. ഫസ്റ്റ് ആളായിട്ട് ആരുണ്ടാവും? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു പറയേണ്ടത് ഉമർ തങ്ങൾ പോലും അബൂബക്കർ തങ്ങൾ എന്തേ പറഞ്ഞാല് അത് ഒരക്ഷരം മിണ്ടാതെ അംഗീകരിക്കുമായിരുന്നു. ഉമർ തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, ഇസ്ലാമിൽ ഒരു സ്റ്റേൺ പേഴ്സൺ ആണ് അബൂബക്കർ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം ഉമർ തങ്ങൾ. അതുകൊണ്ടാണ് മൂപ്പര് ഖലീഫ ആയത് അവിടെ. പക്ഷെ ഈ ഖിലാഫത്തിന് അംഗീകരിക്കാത്ത ആൾക്കാരാണ് ആര്? ഷിയാക്കൾ. അഥവാ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവർ അഹ്ലുബൈത്തുകൾ ഒരിക്കലും അഹ്ലുബൈത്തായ ആൾക്കാർ ഉണ്ടാവരുത്, ഒരു എന്താ ഈ ഖിലാഫത്തിൽ വരരുത് എന്നാണ് അവരുടെ ഉദ്ദേശം. ഇവര് ബാങ്കില് അതേപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ബാങ്ക് കേൾക്കുമ്പോ ഇഷാക്കള് ബാങ്ക് കേൾക്കുമ്പോ ശരിക്കും ശ്രദ്ധിച്ചു നോക്കും എന്താ ഇപ്പൊ ചെല്ലണമെന്ന്. പക്ഷെ മനസ്സിലാവുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ഇങ്ങനെ ഒരു വായതാരം പോലെ പറയും. മഹാനാകുന്ന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തിന് ശേഷമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, അല്ലേ? ഒരുപാട്. പിന്നെ അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് തുടങ്ങി. അവിടെ ചെറിയൊരു യുദ്ധം എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ തുടങ്ങി. പിന്നെ അലി റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം മുആവിയ തങ്ങൾ ഭരണസ്ഥാനം ഏറ്റെടുത്ത് പിന്നെ ഉമവി ഭരണകൂടം വന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണത്തിന് വന്നതിന് ശേഷമാണ് ആ പ്രശ്നങ്ങൾ വന്നത്. ഇപ്പൊ ഉദാഹരണം മുആവിയ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നു. ഇപ്പൊ ഈ അതേ സമയം മക്കത്തും മദീനത്തും എന്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇവര് ബൈഅത്ത് ചെയ്തു. അങ്ങനെ എന്തായി? ഹസൻ റളിയല്ലാഹു അൻഹു വിചാരിച്ചു എന്ത് മുആവിയ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ അടന്നോട്ടെ, അവിടെ ഭരിച്ചോട്ടെ, ഞാൻ ഇവിടെയും ഭരിക്കാം. പക്ഷെ ഈ സമയത്താണ് എന്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇവര് തന്ത്രത്തില് കൊലപ്പെടുത്തുകയാണ്, അല്ലെ? ഭാര്യക്ക് എന്തോ സ്നേഹം വർദ്ധിക്കാളെന്തോ പാനീയം കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്തായി അദ്ദേഹം വഫാത്തായി. അതിനുശേഷം ആര്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. പിന്നെ ഓലെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു മദീന കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. അതെ, മദീന മക്ക. ഇവര് ഹുസൈനും ഹസൻ റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും എന്താണ് ഇവിടെ തന്നെ മദീനയിലും മക്കയിലും മാത്രം. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഭരണ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയിരുന്നല്ലോ. പക്ഷെ ആ സമയത്ത് അവിടെയാണല്ലോ മുആവിയ റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ മുആവിയ റളിയല്ലാഹു അൻഹു ശേഷം ആര് വന്നു? യസീദ് വന്നു. ആ യസീദിന്റെ ശേഷമാണ് എന്താ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത്. കൂഫയിൽ തന്നെ ആൾക്കാർ, അപ്പൊ കൂഫയിലുള്ള ആൾക്കാർ, ചില ആൾക്കാർ യസീദ് റളിയല്ലാഹു അൻഹു സപ്പോർട്ട് ചെയ്തു, ചില ആൾക്കാർ എന്ത് സപ്പോർട്ട് ചെയ്യും. കൂഫനെ പറ്റിയില്ലേ പല വർത്താനമുണ്ട്. പൊതുവില് ചതിയുടെ മേലിൽ അറിയപ്പെട്ട ഒരു നാടായിട്ടാണ് കൂഫക്കാരുള്ളത്. പക്ഷെ നേരെ തിരിച്ച് ആ കൂഫയെ തന്നെ കൂഫന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ബസറ. പക്ഷെ ബസറയിലെ ആൾക്കാർ നല്ല ആൾക്കാരാ. അതെ അല്ലെ? അതെ. ഇപ്പൊ ഉദാഹരണം എന്തോ കൂഫങ്ങാടിന്നോ ഇവിടെ കൂഫങ്ങാടിന്നൊക്കെ നമ്മളെ നാട്ടിൽ വരെ ഉപയോഗിച്ചിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ കൂഫങ്ങാടി അറിയപ്പെട്ട സ്ഥലങ്ങളൊക്കെ. എങ്ങനെയായാലും ഈ ചതി കൊണ്ട് പ്രശസ്തമായ നാടാണ് കൂഫങ്ങാടി. അതെ.
അങ്ങനെ എന്ത് ഈ ഉസറ എന്ത് ഈ കല്യാണം പഠിക്കാൻ അധികം ഉണ്ടാകുന്നത് സത്യം. അപ്പൊ നമ്മള് എന്ത് ഉസൈർ റളിയല്ലാഹു ആണ് എന്ത് മക്കയിലും മദീനയിലേക്ക് തിരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് യസീദ് ഇവിടെ വരുന്നത് ഇവിടെ ബഗ്ദാദിൽ വരുന്നത്. അങ്ങനെ എന്ത് ഈ രണ്ടഭിപ്രായം ഉണ്ടായപ്പോൾ എന്തായി, ഉസൈർ റളിയല്ലാഹുവിന് കത്തയച്ചു, തങ്ങളെ ഇങ്ങോട്ട് വരി, ഇവിടെ നിങ്ങൾക്ക് ഭരിക്കാം, ഇവിടുത്തെ അധികം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, ഒരു ഏകദേശം 1000-ഓളം കത്തുകൾ അദ്ദേഹത്തിന് വന്നു. പക്ഷെ അതൊക്കെ എത്ര ആയിട്ട് എന്തായിട്ടില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതെ, അവിടെ പോയി അയച്ചിട്ട് മൂപ്പര് അഡ്രസ് ഉണ്ടായില്ല, പക്ഷെ മൂപ്പര് അന്വേഷിക്കാനും പോയില്ല. മൂപ്പര് എന്തായി അവിടുത്തെ വാലി പിടിച്ചിട്ട് അവരെ വധിക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഒരു 1000-ഓളം കത്ത് വന്നതിന് ശേഷമാണ് മൂപ്പര് പോകണത്. മൂപ്പരും പരിവാരം അങ്ങോട്ട് പോവാണ്. ഞാൻ നേരെ കർബലയിലെത്തിയപ്പോൾ മനസ്സിലായി കാര്യത്തിന് സംഗതി മനസ്സിലായത്. ഇത് ചതിയായിരുന്നു മനസ്സിലായത്. കർബലിനെ പറ്റി പാടുണ്ടല്ലോ അല്ലേ, പിന്നെ കൂഫക്കാരെന്ന് ഹുസൈൻ ആരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ. അതെ, അങ്ങനെ എന്തായി യസീദും അതുപോലെ ഹുസൈനും എന്തായി അവരെ വളഞ്ഞു. എന്നിട്ട് ഏകദേശം എന്താ വെച്ചാൽ ഈ ഉസൈർ റളിയല്ലാഹുവിന്റെ കീഴിലുള്ള എല്ലാ ആൾക്കാരെയും വധിച്ചു. ചെറു പിഞ്ച് പൈതലിനെ വരെ വധിച്ചിട്ട് അവിടെ 16ഓളം അഹ്ലു ബൈത്താണ്. അതെ, ഫുൾ അഹ്ലു ബൈത്ത്. ഒരു ചോരപ്പുഴ ഒഴിക്കുമല്ലോ. അതെ, ചോരപ്പുഴ ഒഴിക്കും അവിടെ. ചോരപ്പുഴയാണ്. എന്നിട്ട് ഉസൈർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇനി പ്രവാചക പരമ്പരയിൽ ഒരാൾ പോലും ഇവിടെ അവസാനിക്കുന്നില്ല, അവശേഷിക്കുന്നില്ല. തങ്ങളുടെ തല കുന്തത്തിൽ ഉയർത്തിയിട്ട് ഒരു പ്രകടനം നടത്തുന്നുണ്ട്. അതെ അതെ, ഈ കൂഫയിലെ ഭരണാധികാരിയായിട്ട് വന്നിട്ടുള്ള ആളുകളെ മൊത്തം ഏകദേശം എല്ലാവരും ഇവര് പല രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ചതിയിലൂടെയും അതേപോലെ അവരുടെ എന്താണ് ഒളിമറയിലൂടെ യുദ്ധം ചെയ്തിട്ട് പല രീതിയിലും ഈ കൂഫയിൽ ഭരണാധികാരികൾ വരുന്ന ഇവരെന്തായിട്ടുണ്ട്, ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഈ യുദ്ധത്തിന്റെ സമയത്ത് ഒരു മഹാന കേസിലായിട്ടുണ്ട്, അലി സീനുൽ ആബിദീൻ. അവർ ഈ പനി പിടിച്ചാണ്ട് അവിടെ വീട്ടിലായതുകൊണ്ട് മൂപ്പര് കേസിലായി. പിന്നെ അതിന് ശേഷം വന്ന പ്രവാചക പരമ്പര മൊത്തം മൂപ്പര ഫാമിലിയിൽ നിന്നാണ് അല്ലേ, മൂപ്പര ഫാമിലിയിൽ നിന്ന് വന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മള് ഈ ഭരണാധികാരിയുടെ കൂട്ടത്തില് കൂഫക്കാരൊക്കെ വിറപ്പിച്ചൊരു ഭരണാധികാരി ഉണ്ടായിരുന്നല്ലേ. അത് ശരിയാ, എല്ലാരും ആ പേര് കേൾക്കുമ്പോ തന്നെ അദ്ദേഹത്തെ അല്ലേ, ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി അല്ലേ. പ്രത്യേക ഇതാണ്. അതെ, അദ്ദേഹം കൂഫയിൽ വരുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നേരെ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നേരെ മിമ്പറിലേക്ക് കയറാ. കറുപ്പ് മുഖം കൂടി അതിരിച്ച ആള്, മുഖം കാണുന്നില്ല, ആളാരാന്ന് മനസ്സിലായില്ലേ ജനങ്ങളാകെ അന്തം വിട്ട് നിൽക്കാണ്. അതെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ പ്രശ്നം. ഭയങ്കര സാഹിത്യകാരനായിരുന്നു. ഈ സാഹിത്യ അദബിന്റെ കിതാബുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം വളരെ ഫേമസ് ആണ്. കാരണം ഒരു ബലാഗയിലൂടെയാണ് മൂപ്പര് അവിടെ കാര്യം പ്രസ്താവിക്കുന്നത് അല്ലെ. ആ അറബി വാക്കുണ്ടല്ലോ, ഇന്നീല ഒരു പഴം പാകമായിട്ട് കിടക്കണ പോലെ ഞാൻ കുറെ തലകളവിടെ കാണുന്നുണ്ട്, അതൊക്കെ ഞാൻ വെട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പൊ ആൾക്കാരാകെ അന്തം വിട്ട് നിൽക്കാണ്. അവസാനം അദ്ദേഹത്തിന്റെ മുഖംപട ഊരുകയും അതിനുശേഷം 30ഓളം വരുന്ന അവിടുത്തെ പ്രധാനികളായ അവിടുത്തെ എന്താ പറയാ റൗഡികള് ഓലെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെ അപ്പം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. അതെ, ഈ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്തിനാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം എന്താണ് അമവി ഖിലാഫത്തിനെ ഒരു വിജയത്തിന് കാരണമായ ഒരു ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം. നല്ലൊരു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറഞ്ഞാല് നല്ല കമാൻഡിങ് ആയിരുന്നു എല്ലാ വിഷയത്തിലും. എത്രത്തോളം വെച്ചാൽ കൂഫയിലൊക്കെ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരെ തല ഉണ്ടാവില്ല ഇശ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കാലത്ത്. കാരണം ഓല അന്ന് നല്ലോണം വിറപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തില്. കൂഫക്കാര് എത്ര ചതിയന്മാരാണ് ഇതുപോലെ വിറപ്പിച്ച് നിർത്തിയൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ചതി നിന്നൊരു കാലം അതെ അതെ അതെ, ആ ചതിക്കൊരു ഏകദേശം ഒരു അറ്റം വന്നൊരു കാലം. അദ്ദേഹം പിന്നീട് എന്താണ് ആമാശയത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടാണ് അദ്ദേഹം വഫാത്താണ് ചരിത്രത്തിൽ കാണുന്നത്. അമവിയിൽപ്പെട്ട ആൾക്കാരാണല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലേ. അതെ അതെ, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇങ്ങനത്തെ നല്ലൊരു ചരിത്രത്തിന്റെ പേരിലാണ് ഇവര് ഈ എന്താ പറയാ ഷിയാക്കള് ആ ചരിത്രത്തെ വഷളാക്കണത്. പശ്ചാത്തലാണ് ഇവരെന്താണ് ശരിക്കും കൊണ്ടുവരുന്നത്. കറുത്ത കുപ്പായവും കറുത്ത പർദ്ദൊക്കെ അയച്ചിട്ട് കെട്ടിട്ട്. ഇപ്പൊ ഇറാഖിൽ നോക്കിയാൽ ഇവരെന്താണ്, ഇറാഖിൽ അങ്ങോട്ടൊന്നും പോകണ്ട, മുംബൈയില്, അപ്പൊ ഇന്ത്യയിൽ തന്നെ മുംബൈയിലൊക്കെ ഉണ്ട്. ദാറുലുദ്ദീന്റെ ഓഫ് ക്യാമ്പസിന്റെ അടുത്തൊക്കെ ഇവരെ
കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റൂട്ടുമ്പിൽ തീക്കുണ്ടാറുണ്ടാക്കിയിട്ടേക്ക് ചാടി അതിൽ ചാണ് അതുപോലെ ഈ കറുത്ത വസ്ത്രം ഇട്ടിട്ട് നല്ല എന്താ മൂർച്ചേറിയ നല്ല കത്തി നല്ല കത്തി വാൾ, വാളൊക്കെ പടവാളൊക്കെ ശരീരം ചെങ്കലുമേ ബന്ധിപ്പിച്ചിട്ട് ഒരുപാട് കത്തിനെ കൂട്ടി പിടിച്ചിട്ട് എന്താ ഇവര് പുറത്തും നെഞ്ചത്ത് കടിച്ച് മുറിയാക്കി ബ്ലേഡൊക്കെ വെച്ചിട്ട് ആയുധം ഉണ്ടാക്കിയിട്ട് ആയുധം മുറിയാക്കി എത്രത്തോളം എന്ന് വെച്ചാല് ഇവര് ഹുസൈനുള്ളാഹിന്റെ മരണത്തിന്റെ സങ്കടം എത്രത്തോളം എന്ന് വെച്ചാല് ഇവര് സുജൂദ് ചെയ്യുന്ന സമയത്ത് ഭൂമിയില് സുജൂദ് ചെയ്യില്ല. ഭൂമി നജസാണ്. കാരണം ഹുസൈനുവിന്റെ ഭൂമി നജസ്സല്ല, പരിശുദ്ധമല്ല. രക്തം വീണ് കർബലയെന്ന് കൊണ്ടുവന്ന മണ്ണിലാണ് ഒരു സുജൂദ് ചെയ്യുന്നത്. ഒരു ബോള് പോലെ ഓരോരുത്തരുടെ വീട്ടിലും അത് കരുതി വെക്കും എന്നൊക്കെ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം എത്ര പറഞ്ഞാലും മുഹറം 10 അതിൻ്റെതായ ഒരുപാട് ഇസ്ലാമിക വശങ്ങളിലുള്ള വലിയ പവിത്രതകളുണ്ട്. ആ പവിത്രതകൾ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുക. ഇങ്ങനത്തെ അനാചാരങ്ങളിലൊന്നും പെടാതിരിക്കുക. പ്രത്യേകിച്ച് ഈ മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാസമാണ്, പ്രത്യേകം ബഹുമാനിച്ച പവിത്രമായ മാസമാണ് ഈ മുഹറം എന്ന് പറഞ്ഞാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാനും ഒക്കെ പറഞ്ഞ ഒരുപാട് സ്വാലിഹീങ്ങളും ആലിമീങ്ങളൊക്കെ ഈ മാസത്തിനെ ബഹുമാനിക്കുകയും നോമ്പെടുക്കാൻ വേണ്ടി പറയുകയും പ്രത്യേകം പറയുന്നുണ്ട്. ആലിമീങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് എന്താ, ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക സുന്നത്തുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു തുടർച്ചയായിട്ട് എന്നല്ല, റമദാൻ പോലെ 30 ദിവസവും നോമ്പ് നോൽക്കൽ പ്രത്യേക സുന്നത്തുള്ള മാസം തന്നെയാണ് മുഹറം. ഭയങ്കരമായ ശ്രേഷ്ഠത, അതൊക്കെ അതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മഹാന്മാരുടെ വാക്കുകളാണ് അതൊക്കെ. അത്രയും ഇവരെ പ്രവർത്തനത്തിനൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതിന് അത്രയും ശ്രേഷ്ഠത ഉണ്ടെന്നുള്ളതാണ്. ഇത് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, നിരവധി ജാതി മതക്കാരും ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ ഇതിനെ ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരൊക്കെ ഇവരെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസം മുഹറമൊക്കെ. ഖുർആനാണല്ലോ അവസാനത്തെ ഗ്രന്ഥവും അവസാനത്തെ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങളുമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഈ മാസത്തിനെ ബഹുമാനിച്ചത് കൊണ്ട് നമ്മൾ എന്തായാലും ഈ മാസത്തിനെ ബഹുമാനിക്കാനും ദിക്റുകൾ ചൊല്ലാനും ആരാധനകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും നമ്മൾ. ഇവര് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളെയും വിഷയം പറയുന്ന സമയത്ത് സൂറത്തുൽ ബയ്യിനയിലുണ്ട്, ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് വരെ അവിടെ പറയണ്ടേ ഹത്താത്ത എത്തിയമുൽ ബയ്യിന എന്ന് പറയുന്നത്. ഈ ഹുജ്ജത്തുൽ ബാലിഗ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് വരെ ഇവര് മുഹമ്മദ് നബിനെ വിശ്വസിക്കണം എന്നുള്ളൊരു മൂഡിൽ അങ്ങനെ നിൽക്കായിരുന്നു. അവിടെ മുഹമ്മദ് നബി ആണ് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഇവരെന്ത് ചെയ്തായി പല ഫിറക്കായിട്ടാണ് പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ ജൂതന്മാര് 71 വിഭാഗം, ക്രിസ്ത്യാനികൾ 72 വിഭാഗമായിട്ട് മാറി എന്നൊക്കെ പല വിഭാഗങ്ങളായിട്ട് മാറിയെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പം അതായത് അവർക്ക് വേദം നൽകപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇഞ്ചിയിലും തൗറാത്തിലൊക്കെ ഇതിന്റെ പവിത്രതകളും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പക്ഷെ നബിയെ എല്ലാ വേദഗ്രന്ഥത്തിലും റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിൽ ആലി ഇംറാനിൽ ഒരു വാക്കുണ്ട്, ആയത്തുണ്ടല്ലോ, ഓരോ പ്രവാചകന്മാരുടെയും നബുവത്ത് കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന വാഗ്ദത്തം, നിങ്ങൾ പ്രവാചകനായിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ള വന്നാൽ, മുഹമ്മദ് നബി വന്നാൽ നിങ്ങളുടെ പ്രവാചകത്വം അതോടുകൂടി അവസാനിച്ചു. പിന്നെ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ. അങ്ങനത്തെ ഒരു ആയത്തിന് ഓർമ്മയില്ല, അതാണ് ഓതാഞ്ഞത്. ഏതായാലും ഈ മാസം പുണ്യമായ മാസമാണ്. ധാരാളം ദിക്റുകൾ ചെല്ലേണ്ട മാസമാണ്. ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. നിസ്കാരങ്ങൾ കൊണ്ടും നോമ്പുകൾ കൊണ്ടും ഖിയാമുൽ ലൈൽ കൊണ്ടൊക്കെ അധികരിപ്പിക്കേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ അനാചാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ട, ഇത്തരം അനാചാരങ്ങളിൽ നിന്ന് വെറുക്കുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യേണ്ട മാസം. അതുപോലെ നോമ്പുകൾ 9-10 നോമ്പുകൾ പ്രധാനമായിട്ട് 2 നോമ്പ് ഒപ്പം നോൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഈ നോമ്പ് നോറ്റാക്കളുടെ പ്രതിഫലം പറയുന്നത് എന്താ, ഒരു വർഷത്തെ പാപം അള്ളാഹു മാപ്പാക്കി കൊടുക്കും. മുഹറത്തിന്റെ നോമ്പ് ഒരു വർഷത്തെ പാപം അള്ളാഹു അവനിക്ക് മാപ്പാക്കി കൊടുക്കുമെന്നാണ്. അതിന് പ്രതിഫലം മാത്രം പറയാം. മുഹറം 10 നോമ്പ് നോറ്റാൽ അവനിക്ക് ഒരു വർഷത്തെ പാപം മാപ്പാക്കി കൊടുക്കും. ചെല്ലേണ്ട ദിക്റുകൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെല്ലേണ്ട ദിക്റുകൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, ലാ ഇലാഹ ഇല്ലാ നേരത്തെ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖ്ലാസ് ധാരാളം അധികരിപ്പിക്കുക ഇൻഷാ അല്ലാഹ്.